ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ആടിയ എണ്ണയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായല്ലോ. അതിന് താഴെ നിരവധി പേര് ചോദ്യം ചോദിക്കുകയുണ്ടായി. ആടിയ എണ്ണ എങ്ങനെയാണ് ലഭിക്കുക, എവിടെ നിന്നാണ് അത് ലഭിക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ ദേഹവേദനയ്ക്കും വാതരോഗത്തിനും ചതവിനും ഉളുക്കിനുമൊക്കെ അത്ഭുതകരമായ ഔഷധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിരവധി ഭക്തർക്കാണ് അനുഭവം ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്ത വീഡിയോയിൽ തന്നെ ശ്രീലേഖ ചേച്ചിയൊക്കെ പറയുന്നുണ്ട്, അവരുടെ വായ്പുണ്ണ് മാറാതിരുന്നപ്പോൾ ഈ ആടിയ എണ്ണ എന്ന് പറയുന്ന മഹാ ഔഷധം ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതത്തെക്കുറിച്ച്. അപ്പോൾ അത് എത്രമാത്രം വലുതാണെന്ന് മനസ്സിലായതല്ലേ. ഈ ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് എണ്ണാഭിഷേകം നിർബന്ധമാണ്. നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ ഒരു കുളി ഭഗവാന് നിർബന്ധമാണ്. മേൽശാന്തിയുടെ നേതൃത്വത്തിൽ എണ്ണാഭിഷേകം ചെയ്യും. ശുദ്ധമായ മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ആടിയ എണ്ണ തലേ ദിവസം വെള്ളക്കുടത്തിലാക്കി വെക്കുന്നു. ശേഷം ഒരു വാഴയില വാട്ടി അതിന് മുകൾ ഭാഗം അടച്ചു വയ്ക്കുന്നു. പാരമ്പര്യ അവകാശിയായ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ആ എണ്ണക്കുടം ക്ഷേത്രത്തിലെത്തിക്കുന്നു. കണ്ണന് എണ്ണാഭിഷേകം നടത്താൻ 6 നാഴി എണ്ണയാണ് ആവശ്യം. എണ്ണാഭിഷേക സമയം ശ്രീകോവിൽ സോപാനപ്പടിയിൽ സ്വർണ്ണമണി ഓങ്കാരനാഥം മുഴക്കുന്നു. കണ്ണൻ്റെ നീലാഞ്ജന കൃഷ്ണ വിഗ്രഹം അഭിഷേകം ചെയ്യുമ്പോൾ ഭക്തജനം ഭക്തിയോടെ തൊഴുത് നിൽക്കുന്നു. ശേഷം മൃദുമേനി വാകചാർത്ത് നടത്തുന്നു. ആടിയ എണ്ണ വാതരോഗത്തിന് വിശേഷപ്പെട്ടതാണ്. മേൽപ്പത്തൂരിൻ്റെ അനുഭവകഥ കേട്ടിട്ടില്ലേ? വാതരോഗത്താൽ കഷ്ടപ്പെട്ട് അനുഭവിച്ചിരുന്ന മേൽപ്പത്തൂരിന് പണ്ഡിതനും കവിയുമായ എഴുത്തച്ഛൻ പ്രതിപതിയായിട്ട് മീൻ തൊട്ടുകൂട്ടുക എന്ന ഉപദേശം നൽകി. എന്നാൽ മേൽപ്പത്തൂർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ മത്സ്യം മുതലുള്ള ദശാവതാരമാണ് മനസ്സിൽ കണ്ടത്. അവശനായ അദ്ദേഹം തൃക്കണ്ടിയൂരിൽ നിന്നും ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജനയിരുന്നു. അവിടെ വെച്ചാണ് ഓരോ ദശകം വീതം ദിവസവും ഉണ്ടാക്കി ചൊല്ലി 1587 1000-ലധികം പദ്യങ്ങൾ അടങ്ങിയ നാരായണീയം പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ വാതരോഗം ശമിച്ചു എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ 100-ാം ദശകം എഴുതി പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ നിന്നും ഉണ്ണി നമ്പൂതിരി ആടിയ എണ്ണ നൽകി. അത് തൻ്റെ ശരീരത്തെല്ലാം വേദനയുള്ളിടത്തെല്ലാം പുരട്ടുകയും അത്ഭുതമെന്ന് പറയട്ടെ, ശേഷം ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുമൊക്കെയാണ് വിശ്വാസം. ഗുരുവായൂരപ്പൻ ഭട്ടതിരിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാന്റെ 2 കൈകൾ കാണിച്ചുകൊണ്ടാണ്. തൻ്റെ ഒരു കൈക്ക് തൻ്റെ രോഗം ഭേദമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് പറഞ്ഞു. മറുകൈ കാണിച്ച് അതിന് കാരുണ്യമുണ്ടെന്നും പറഞ്ഞു. ഭട്ടതിരി ഒരു നിമിഷം ചിന്തിച്ച് കാരുണ്യമുള്ള കൈ തിരഞ്ഞെടുത്തു. കാരുണ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വയമേവ എല്ലാ ഐശ്വര്യവും ക്ഷേമവും ലഭിക്കുമെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. ഭഗവാൻ കാരുണ്യം നൽകി. ഭട്ടതിരിയുടെ രോഗവും ഭേദമായി. അങ്ങനെ ആടിയ എണ്ണയും പ്രശസ്തമായി. അപ്പോൾ ആടിയ എണ്ണയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ആടിയ എണ്ണ ഉപയോഗിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആടിയ എണ്ണ കൗണ്ടറിൽ ഷീട്ടാക്കി വാങ്ങാം. ഈ ആടിയ എണ്ണ നമുക്ക് സേവിക്കുകയും ദേഹവേദനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും വളരെ വലിയ മഹാ ഔഷധം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ അറിയിക്കണേ. നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.